നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വെൽക്കം ടു മൈ PSC ബുള്ളറ്റ്. ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടാത്ത രാജ്യം ഏത്? ശ്രീലങ്ക, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ. ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടാത്ത രാജ്യമാണ് ശ്രീലങ്ക. ഒന്നാം ലോകമഹായുദ്ധത്തിൽ വീരമൃത്യു വരിച്ച ഇന്ത്യൻ ജവാന്മാരുടെ ഓർമ്മയ്ക്കായി ഉണ്ടാക്കിയ സ്മാരകം. കുത്തബ് മിനാർ, ചാർമിനാർ, ഇന്ത്യ ഗേറ്റ്, ചുവന്ന കോട്ട. കുത്തബ് മിനാർ ആയിരുന്നു. ടൈറ്റാനിയം ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മുംബൈ, ബാംഗ്ലൂർ, എറണാകുളം, തിരുവനന്തപുരം. ടൈറ്റാനിയം ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. ഇന്ത്യൻ തീരപ്രദേശത്തെ അതിർത്തി രേഖ വലയം ചെയ്തിരിക്കുന്നത് ഇന്ത്യൻ മഹാസമുദ്രം, ബംഗാൾ ഉൾക്കടൽ, അറേബ്യൻ ഉൾക്കടൽ ഇവയെല്ലാം ചേർന്നിട്ടാണ്. 18-ാം നൂറ്റാണ്ടിൽ സസ്യങ്ങളെ വർഗീകരിച്ച ശാസ്ത്രജ്ഞൻ ലിന്നേയസ്, ജെയിംസ് വാണ്ട്, വില്യം ബർഗ്, റിച്ചാർഡ് ലിന്നേയസ് ആയിരുന്നു. ദ്രാവകാവസ്ഥയിലുള്ള അലോഹം ഏത്? ബ്രോമിൻ, പ്ലാറ്റിനം, ലിഥിയം, മെർക്കുറി. ദ്രാവകാവസ്ഥയിലുള്ള അലോഹം ഏത്? ബ്രോമിനാണ് ദ്രാവകാവസ്ഥയിലുള്ള അലോഹം. ചന്ദ്രഛായയാൽ സൂര്യനുണ്ടാകുന്ന മറവിനെ പറയുന്ന പേര്? ചന്ദ്രഗ്രഹണം, സൂര്യഗ്രഹണം, ഭ്രമണപഥം, പാഥേയം. ചന്ദ്രഗ്രഹണം എന്ന് പറയുന്നു. കടൽ വെള്ളത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ലവണം ഏത്? സോഡിയം, കാൽസ്യം, പൊട്ടാസ്യം, മഗ്നീഷ്യം. കടൽ വെള്ളത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ലവണമാണ് സോഡിയം അഥവാ ഉപ്പ്. ദയാമിർ എന്ന പ്രാദേശിക പേരിൽ അറിയപ്പെടുന്ന പർവ്വതം? ഹിമാലയം, നംഗപർവ്വതം, കാഞ്ചൻജംഗ, പാമീർ. ദയാമിർ എന്ന പ്രാദേശിക പേരിൽ അറിയപ്പെടുന്ന പർവ്വതമാണ് നംഗപർവ്വതം. ലോകത്തിലെ ഏറ്റവും വില കൂടിയ സുഗന്ധവ്യഞ്ജനം ഏത്? വാനില, ഏലക്ക, കറുവപ്പട്ട, കുങ്കുമപ്പൂവ്. ഏറ്റവും വില കൂടിയ സുഗന്ധവ്യഞ്ജനമാണ് കുങ്കുമപ്പൂവ്. ശൂന്യാകാശത്ത് വെച്ച് ആദ്യമായി വിളയിച്ചെടുത്ത പച്ചക്കറി ഏത്? ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്, തക്കാളി, ചീര. ശൂന്യാകാശത്ത് വെച്ച് ആദ്യമായി വിളയിച്ചെടുത്ത പച്ചക്കറിയാണ് ഉരുളക്കിഴങ്ങ്. നമ്മൾ കഴിക്കുന്ന കശുവണ്ടി യഥാർത്ഥത്തിൽ എവിടെയാണ് വളരുന്നത്? ഇലകളിൽ, പഴത്തിന് പുറത്ത്, വേരുകളിൽ, പഴത്തിനുള്ളിൽ. വളരുന്നത് പഴത്തിന് പുറത്താണ്. പണ്ട് കാലത്ത് ചോക്ലേറ്റുകൾ എന്തിനു വേണ്ടിയാണ് ഉപയോഗിച്ചിരുന്നത്? പണമായി, മീൻ പിടിക്കാൻ, വിളക്ക് കത്തിക്കാൻ, പെയിന്റ് അടിക്കാൻ. പണ്ടുകാലത്ത് ചോക്ലേറ്റുകൾ പണമായാണ് ഉപയോഗിച്ചിരുന്നത്. ഏത് പഴം കഴിച്ചാലാണ് വായിലെ ദുർഗന്ധം മാറി നല്ല മണം വരുന്നത്? മുന്തിരി, ഓറഞ്ച്, ആപ്പിൾ, പൈനാപ്പിൾ. പൈനാപ്പിൾ കഴിച്ചാൽ. ലോകത്തിലെ ഏറ്റവും കൂടുതൽ മോഷണം പോകുന്ന ഭക്ഷണസാധനം ഏത്? മുട്ട, പാൽ, ചീസ്, ചോക്ലേറ്റ്. ഏറ്റവും കൂടുതൽ മോഷണം പോകുന്നത് ചീസ് ആണ്. നെയ്യ്. തേനീച്ചകൾ 1 കിലോ തേൻ ഉണ്ടാക്കാൻ എത്ര പൂക്കൾ സന്ദർശിക്കണം? 500 പൂക്കൾ, 1 ലക്ഷം പൂക്കൾ, 40 ലക്ഷം പൂക്കൾ, 10,000 പൂക്കൾ. ഏകദേശം 40 ലക്ഷം പൂക്കൾ സന്ദർശിക്കണം. ഒരു ആപ്പിൾ കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ ഊർജവും ഉന്മേഷവും നൽകാൻ കഴിയുന്ന മറ്റൊരു സാധനം ഏത്? ഒരു പച്ച ആപ്പിൾ മണപ്പിക്കുന്നത്, 1 കഷ്ണം ചോക്ലേറ്റ്, 1 കപ്പ് ചായ, 1 ഗ്ലാസ് പാൽ. ഒരു പച്ച ആപ്പിൾ മണപ്പിക്കുന്നത്. ഏത് നിറത്തിലുള്ള പാത്രത്തിൽ ഭക്ഷണം കഴിച്ചാലാണ് നമുക്ക് പെട്ടെന്ന് വിശപ്പ് കുറയുന്നത്?
വെള്ള, നീല, മഞ്ഞ, ചുവപ്പ്. പെട്ടെന്ന് വിശപ്പ് കുറയാൻ നീല നിറത്തിലുള്ള പാത്രത്തിൽ കഴിക്കുക. പഴയകാലത്ത് കപ്പലുകളിൽ പോകുന്നവർ കടൽ രോഗം മാറ്റാൻ കഴിച്ചിരുന്ന പഴം ഏതാണ്? നാരങ്ങ, മുന്തിരി, ആപ്പിൾ, ഓറഞ്ച്. പണ്ടുകാലത്ത് നാരങ്ങയാണ് കഴിച്ചിരുന്നത്. സ്ത്രീകൾക്ക് ലൈംഗിക ബന്ധത്തോട് താൽപര്യം കുറയുന്ന സമയം എപ്പോഴാണ്? ഓവുലേഷൻ കാലം, ഗർഭകാലം, ആർത്തവകാലം, പ്രസവശേഷം. ബന്ധത്തിനോട് താൽപര്യം കുറയുന്നത് ഗർഭകാലത്താണ്.